ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടപ്പെടട്ടെ. പിന്നെ ഒരിക്കൽ കൂടി ഈ ദേശത്തെ കടന്നു വരുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം, മാറ്റമില്ലാത്ത സുവിശേഷത്തിന്റെയും മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട അനേക ജീവന രക്ഷയ്ക്കായി സുവിശേഷം വഹിച്ച പ്രാധാന്യം, പങ്ക് എന്താണെന്ന് അറിയിക്കുവാനും ഈ ദേശത്ത് നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഞങ്ങളുടെ ഭാഗത്തേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുക. കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിച്ച്, സുവിശേഷം എന്നതോ ദാവീദിന്റെ പുത്രനായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊടുക. ഇതായിരുന്നു ഞങ്ങളുടെ സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ സന്ദേശമാണ്. സുവിശേഷം സാഹോദര്യത്തിന്റെ സന്ദേശമാണ്. സുവിശേഷം സൗഖ്യത്തിന്റെ സന്ദേശമാണ്. സുവിശേഷം സമാധാനത്തിന്റെ സന്ദേശമാണ്. സുവിശേഷം സൗഖ്യത്തിന്റെ സന്ദേശമാണ്. സുവിശേഷം നിത്യജീവന്റെ സന്ദേശമാണ്. ഇത്രയും പ്രാധാന്യം നിറഞ്ഞ ഈ സുവിശേഷം ലോകത്തിലെ സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായി തീർന്നിരിക്കുന്നു. അനേക ജീവിതങ്ങളെ നമുക്ക് ഈ നാളുകളിൽ സാക്ഷീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഈ ലോകത്തിൽ വരുത്തിയ മാറ്റം വളരെ വലുതാണ്. സുവിശേഷം ഈ ലോകത്തിൽ, മിഷണറിമാർ ഈ ലോകത്തിൽ സുവിശേഷം കൊണ്ടുവന്നു. മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനായി മാറ്റുവാൻ, ചിന്തിക്കുവാൻ, പഠിപ്പിക്കുവാൻ ഈ സുവിശേഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഈ സുവിശേഷം സാഹോദര്യത്തിന്റെ സന്ദേശമാണ്. ഈ സുവിശേഷം എല്ലാ മനുഷ്യനെയും ചേർത്ത് പിടിക്കുന്ന ഒരു സന്ദേശം അതിനകത്തുണ്ട്. കുഷ്ഠരോഗിയെയും നിരാലംബരെയും അശരണരെയും സമ്പന്നന്മാരെയും ദരിദ്രന്മാരെയും തുടങ്ങി നാനാ തലങ്ങളിലുള്ള ജനത്തെയും ഒരു മാലയിൽ കോർത്ത മുത്തുകളെ പോലെ ഐക്യമായി നിൽക്കുവാനും സ്നേഹിക്കുവാനും പഠിപ്പിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. യേശു ഒരു മതസ്ഥാപകനല്ല, ഒരു രാഷ്ട്രത്തിന്റെ പിതാവല്ല, മറിച്ച് ഒരു സമുദായത്തിന്റെ നേതാവല്ല, ഒരു രാഷ്ട്രീയക്കാരനല്ല. കർത്താവായ യേശു മനുഷ്യ ജീവിതത്തെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്ന, പാപത്തിന്റെ സന്ദേശം, പാപത്തെക്കുറിച്ച് മനുഷ്യന് ബോധം വരുത്തുന്ന ഒരു വലിയ സന്ദേശത്തിന്റെ ഉടമയാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് തന്നെ ഇതൊരു രാജ്യത്തിലോ ഒരു ദേശത്തിലോ ഒരു പട്ടണത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഈ സന്ദേശം ലോകത്തിലെ 5 വൻകരകളിലും ഒരുപോലെ പ്രസംഗിക്കപ്പെടുകയാണ്. ഈ സുവിശേഷം മനുഷ്യനെ വരുത്തുന്ന രൂപാന്തരങ്ങളും മാറ്റവും കണ്ട് ആയിരക്കണക്കിന്, 10,000-കണക്കിന് ജനം ഈ സുവിശേഷത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. എന്നാൽ ഈ സുവിശേഷം പിറന്ന വീണ നാള് മുതൽ ഇതിന് വളരെയധികം പ്രതികൂലങ്ങളും കഷ്ടങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. വളരെയധികം അപമാനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. വലിയ കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ജീവിതം പോലും അനേകര് ഈ സുവിശേഷത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. സുവിശേഷം എവിടെ ചെന്നിട്ടുണ്ടോ അവിടെ രൂപാന്തരം വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, നരഭോജികൾ എന്ന് പറയുന്ന ഒരു സമൂഹം ഉള്ള ഒരു രാജ്യമാണ് ആഫ്രിക്ക. കാലത്തിന്റെ തികവ്
ആഫ്രിക്കയുടെ മേൽ സുവിശേഷം കടന്നു വന്നു. അവിടെ വരുത്തിയ മാറ്റങ്ങൾ വളരെ വലുതാണ്. നരഭോജികളെ മനുഷ്യസ്നേഹികളാക്കി മാറ്റുവാൻ ഈ സുവിശേഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കഷ്ടപ്പാടുകളിലും കടന്നാണ് ജനത്തെ ഉന്നതിയിലേക്ക് നയിക്കുവാൻ ഈ സുവിശേഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ സുവിശേഷം ലോകത്തെമ്പാടും പരന്നു പന്തലിച്ചിരിക്കുന്നു. ഈ ലോകത്തിലെ നന്മ മാത്രമല്ല, ഈ സുവിശേഷത്തിന്റെ ഒരു വലിയ സത്യം ഇതിനകത്ത് മറഞ്ഞിരിപ്പുണ്ട്. അതെന്ന് പറയുന്നത് നിത്യജീവനാണ്. ഈ നിത്യജീവൻ പ്രാപിച്ചില്ല എങ്കിൽ മനുഷ്യന്റെ ഈ ലോകത്തിലെ വാക്യം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനാണ് ഞങ്ങൾ ഇത്രയും പ്രയാസപ്പെട്ടും കഷ്ടപ്പെട്ടും പാടുപെട്ടും ഹല്ലേലൂയ സ്തോത്രം ഈ ദേശങ്ങളിലേക്ക് കടന്നുവെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുന്നത്. ഈ സുവിശേഷത്തില് ഒരു വലിയ മർമ്മം അടങ്ങിയിരിപ്പുണ്ട്. അത് നിത്യജീവൻ എന്ന് പറയുന്ന ഒരു വലിയ സന്ദേശമാണ്. നമുക്കറിയാം, ഈ ലോകത്തിൽ പണ്ഡിതനും പാമരനും ദരിദ്രനും സമ്പന്നനും വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസമില്ലാത്തവനും പണമുള്ളവരും പണമില്ലാത്തവരും ഒരുപോലെ കഷ്ടം അനുഭവിക്കുകയാണ്, പ്രയാസം അനുഭവിക്കുകയാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യൻ വളരെയധികം വ്യഥയും വേദനയും സഹിക്കുന്ന ഒരു ലോകമാണ് ഈ ലോകം. എന്നാൽ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്ന മനുഷ്യൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഒന്നുകിൽ അവൻ സ്വർഗത്തിൽ പോകണം, അല്ലെങ്കിൽ അത് നരകത്തിൽ പോകണം. സ്വർഗമെന്ന് പറയുന്നത് ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളൊന്നുമില്ലാത്ത, മരണമില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, ദുഃഖമില്ലാത്ത ഒരു രാജ്യമാണ് സ്വർഗം എന്ന് പറയുന്നത്. കഷ്ടമില്ലാത്ത, രോഗമില്ലാത്ത, നിന്ദയില്ലാത്ത, എല്ലാ മനുഷ്യനെയും ഒരുപോലെ കാണുന്ന ഒരു നിത്യസമാധാനം അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് സ്വർഗമെന്ന് പറയുന്നത്. നരകമെന്ന് പറയുന്നത് അതിന് വിപരീതമാണ്. കഷ്ടപ്പാടുകളുള്ള, നിന്ദയുള്ള, അപമാനമുള്ള, ഇങ്ങനെ പല വിധത്തിൽ കഷ്ടമനുഭവിക്കുന്ന ഒരു സന്ദേശം, ഒരു രാജ്യമാണ് സ്വർഗം. വിശുദ്ധ വേദപുസ്തകം ഒരു വലിയ സത്യമാണ് സ്വർഗം നരകം എന്നുള്ളത്. സ്വർഗം നരകം എന്നുള്ളത് ഈ ലോകത്തിലെ അവസ്ഥയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. നിത്യസമാധാനവും അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് നിത്യരാജ്യം. ഈ ലോകത്തിലെ എല്ലാത്തരം മനുഷ്യരും ഒരുപോലെ വസിക്കുന്നു. ഇവിടെ കള്ളനാരെന്നോ നല്ലവനാരെന്നോ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ എല്ലാവരും ഒരേപോലെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇതിനൊരു മാറ്റമുണ്ട് പ്രിയ സഹോദരങ്ങളെ. കർത്താവായ യേശുക്രിസ്തു ആരാണ് എന്ന ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉന്നയിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, യേശു ക്രിസ്ത്യാനികളുടെ ദൈവമാണ്. എന്നാൽ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു
അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ടുന്നതിന് അവന് യേശു എന്ന് പേര് ഇടണം. യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. എന്തിന്റെ രക്ഷകനാണ്? മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ. എങ്ങനെ മനുഷ്യനിൽ പാപം കടന്നു വന്നു? വിശുദ്ധ ബൈബിൾ പറയുന്നു, മനുഷ്യൻ ദൈവത്തിന്റെ വാക്കനുസരിക്കാതെ പാപം ചെയ്തു. തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം ഭക്ഷിച്ചു. അവൻ പാപത്തിന് അടിമയായി തീർന്നു. ഈ പാപമാണ് മനുഷ്യനെ രോഗത്തിലേക്ക് നയിക്കുന്നത്. ഈ പാപമാണ് മനുഷ്യനെ ദുഃഖത്തിലേക്ക് നയിക്കുന്നത്. ഈ പാപമാണ് മനുഷ്യനെ കഷ്ടപ്പാടുകളിലേക്ക് നയിക്കുന്നത്. ഈ പാപമാണ് മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുന്നത്. പാപം അവന്റെ മർദ്ദ ശരീരത്തിൽ ഇനി അതിന്റെ രാഗങ്ങൾ അനുസരിച്ച് വാഴരുതെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുകയാണ്. പാപമാണ് സകല പ്രശ്നങ്ങൾക്കും കാരണം. ഈ പാപത്തിൽ നിന്നാണ് മനുഷ്യനെ രക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് മനുഷ്യാവതാരം എടുത്ത് കടന്നു വന്നത്. തീർന്നില്ല, 33.5 വർഷം ഇവിടെ ജീവിച്ച് പാപത്തിന്റെ പരിഹാരമായി പാപമില്ലാത്ത ഒരുവൻ പാപികൾക്ക് വേണ്ടി മരിച്ചു. അവന്റെ മുഴു രക്തവും പാപികൾക്ക് വേണ്ടി ചൊരിഞ്ഞു. അതുകൊണ്ട് യേശു പറഞ്ഞു, അവനിൽ വിശ്വസിക്കുന്നവനും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, ഇല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ആ യേശുവിന്റെ അടുക്കലേക്ക് വരുന്നവൻ ഏത് മനുഷ്യനായാലും അവന്റെ പാപത്തെ കഴുകാൻ മതിയായ രക്തമാണ് യേശുവിൻ്റെത്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു, നിന്റെ പാപം എത്ര കടും ചുമപ്പായാലും അത് ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുമപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. അത് വിശുദ്ധ ബൈബിൾ പറയുന്നു, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു. മനുഷ്യനെ ഒരു ശുദ്ധി പ്രാപിക്കണമെങ്കിൽ യേശുവിന്റെ രക്തത്തിൽ കഴുകപ്പെടണം. അല്ലാതെ ഈ ലോകത്തിൽ എവിടെയും ഒരു പാപമോചനമില്ല. മനുഷ്യന്റെ പാപത്തിന് വേണ്ടി മരിച്ച ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമം മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി സകല മനുഷ്യരെയും രക്ഷിക്കുന്നു. അവിടെ ജാതി ചിന്താഗതിയില്ല, അവിടെ വർണ്ണ വ്യത്യാസമില്ല, അവിടെ താണവനെന്നോ ഉയർന്നവനെന്നോ വ്യത്യാസമില്ല. അവിടെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു മഹാ സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാനാജാതി മതസ്ഥരും ഈ സുവിശേഷത്തെ മാറ്റോട് പിടിച്ച് സ്നേഹിച്ച് അവരുടെ ജീവിതത്തിൽ വളരെയധികത്തിലുള്ള മാറ്റം സംഭവിക്കാനിടയായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയ സ്നേഹിത, പ്രിയ സുഹൃത്ത്, ഈ സന്ദേശം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് നിത്യജീവൻ തരുന്ന ഒരു മഹത്തായ ഒരു ബൃഹത്തായ പദ്ധതിയാണ് സുവിശേഷം. ആ സുവിശേഷത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണമെന്ന് ഞാൻ
ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. മാത്രമല്ല, ഈ സുവിശേഷത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങളെ അറിയിക്കുവാനാണ് ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും സഹിച്ച് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുന്നത്. അതാണ് സുവിശേഷം. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു, കാലത്തിന്റെ തികവിൽ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജാതനായി. അതുവരെയുള്ള കാലഘട്ടത്തെ പഴയ നിയമമെന്നും അതല്ലെങ്കിൽ BC എന്നും അതിനുശേഷമുള്ളതിനെ AD എന്നും പുതിയ നിയമമെന്നും വിളിക്കപ്പെടുകയാണ്. ഒരു നിയമം ലോകത്തിന് സംഭാവന ചെയ്തു കർത്താവായ യേശു ക്രിസ്തുവാണ്. ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും വ്യത്യാസങ്ങളെ വരുത്തി മനുഷ്യനെ അകറ്റി നിർത്തിയപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എല്ലാ തരത്തിലുള്ള സമൂഹത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ദേശത്തിലല്ല, ഒരു പട്ടണത്തിലല്ല, ഒരു രാജ്യത്തിലല്ല, ഈ ലോകത്തിന്റെ സർവ്വ രാജ്യങ്ങളിലും ഒരു പ്രസംഗിക്കപ്പെടുന്ന ഒരു നാമമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. അതെ പ്രിയ സ്നേഹിത, ഈ സുവിശേഷത്തിന്റെ മാഹാത്മ്യം എന്തെന്ന് തിരിച്ചറിഞ്ഞാൽ ഒരിക്കലും ഒരു വ്യക്തിയും ഈ സുവിശേഷം വിട്ടുപോകത്തില്ല. സുവിശേഷത്തിന് വേണ്ടി അനേക മഹാന്മാർ സ്വജീവൻ വരെ ബലിയർപ്പിച്ചിട്ടുണ്ട്. അത്രമേൽ പ്രാധാന്യമുള്ള ഒരു ബൃഹത്തായ സന്ദേശമാണ് സുവിശേഷം. ഈ സന്ദേശം ചെവി കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു ലോകരക്ഷിതാവാണ്. കർത്താവായ യേശു ക്രിസ്തു മാനവകുലത്തിന്റെ വീണ്ടെടുപ്പുകാരനാണ്. ആ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അതെ, ദൈവമക്കളായാൽ ദൈവത്തോട് കൂടെ വസിക്കുവാൻ കഴിയും, ദൈവത്തോട് കൂടെ നടക്കുവാൻ കഴിയും. ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ച ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം എപ്പോഴും അവരെ ശ്രദ്ധിക്കുകയും അവരോട് കൂടെ നടക്കുകയും അവരോട് കൂടെ നടന്ന് അവരെ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് എപ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്നാകുന്നു, അപ്പോഴൊക്കെയും അവന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉളവായിട്ടുണ്ട്. ഈ അകന്നുപോയ ജനത്തെ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടി തന്റെ പുത്രനായ യേശുവിനെ പാപസംബന്ധമായി ഈ ലോകത്തിലേക്ക് അയച്ചു എന്ന് തിരുവഴുത്ത് പഠിപ്പിക്കുകയാണ്. സ്നേഹിത, ഈ സന്ദേശം നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സുവിശേഷത്തിലേക്ക് മടങ്ങി വരണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ സുവിശേഷം നിങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഈ സുവിശേഷത്തിന് 10 പൈസയുടെ മുതൽ മുടക്കില്ല, ഒരു നേർച്ച കാഴ്ചകളില്ല, ആരുടെയും ഒത്താശ ആവശ്യമില്ല. ഈ കർത്താവായ യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ പറയുകയാണ്, കർത്താവായ യേശുവേ, അങ്ങ് ഈ ലോകത്തിൽ കടന്നു വന്ന് 33 വർഷം ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപങ്ങളും കഴുകി എന്നെ വെടിപ്പാക്കണമേ. ഇന്ന് മുതലുള്ള എന്റെ ജീവിതം നിനക്കായി സമർപ്പിക്കുന്നു എന്ന് ഒരു വാക്ക് നിനക്ക് ദൈവത്തോട് പറയാമോ? ആ ദൈവം നിന്നെ നിത്യ സന്തോഷത്തിലേക്ക് രക്ഷയിലേക്ക് നടത്തും. നീ ഏതെങ്കിലും മാനസികമായ പ്രയാസത്തിന് അടിമപ്പെട്ട വ്യക്തിയാണോ? നീ ഏതെങ്കിലും രോഗത്തിന് അടിമപ്പെട്ട വ്യക്തിയാണോ? പൈശാചിക പോരാട്ടങ്ങളെ തകരുന്ന വ്യക്തിയാണോ? യേശുവിലേക്ക് വാ. യേശു നിന്നെ സൗഖ്യമാക്കും, യേശു നിന്നെ വിടുവിക്കും, യേശു നിന്റെ പ്രയാസങ്ങൾക്ക് പരിഹാരം വരുത്തും. അവൻ നിന്നെ നിത്യ സന്തോഷത്തിലേക്കും നിത്യാനന്ദത്തിലേക്കും വഴി നടത്തുവാനിടയായിത്തീരും. മാത്രമല്ല, നിനക്കൊരു നിത്യരക്ഷയും ഈ സുവിശേഷത്തിന്റെ ഭാഗമായി ഉണ്ട് എന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി വിളിച്ചു പറയുകയാണ്.
അതുകൊണ്ട് സ്നേഹിത, പ്രിയ സുഹൃത്തെ, ഈ ദേശത്ത് വാസിക്കുന്ന ദേശവാസിയെ ഈ സുവിശേഷത്തെ സ്വീകരിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിച്ച് ആ നിത്യജീവൻ അവകാശിയായി തീരുവാൻ ഞങ്ങൾ നിങ്ങളോട് ആലോചന പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. ദൈവമായ കർത്താവ് നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ സുവിശേഷം ഒരു മനുഷ്യനെ ഇന്നുവരെ ഒരു മനുഷ്യനെ നശിപ്പിച്ചിട്ടില്ല, മറിച്ച് ആ മനുഷ്യന് സന്തോഷവും സുഖവും സ്നേഹവും കൊടുത്തിട്ടേ ഉള്ളൂ. അത് ഞങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നത് കൊണ്ട് നിങ്ങൾക്കും ഈ സുവിശേഷം ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അവിടുന്ന് ഈ സുവിശേഷത്തെ സ്നേഹിച്ച് ഈ സുവിശേഷത്തിന് ചെവി കൊടുപ്പിൻ. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ഏവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.